അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഏത് ആഗ്രഹങ്ങളും സഫലമാകുന്ന തഹജ്ജുദ് നിസ്കാരത്തിന്റെ സുജൂദിൽ പറയേണ്ട അതിമനോഹരമായ 3 പ്രാർത്ഥനകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കുന്നത്. തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയ ആളുകൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ആഗ്രഹങ്ങളോ ഉണ്ട് എങ്കിൽ ആ ആഗ്രഹം അള്ളാഹുവിനോട് പറയേണ്ട സമയം അത് തഹജ്ജുദിന്റെ സമയമാണ്. ആ തഹജ്ജുദിന്റെ സമയത്തിൽ തന്നെ തഹജ്ജുദിന്റെ സുജൂദിന്റെ സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ സുജൂദിലായിരിക്കുമ്പോഴാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തത് എന്ന്. അതുകൊണ്ട് ഏറ്റവും നല്ല സമയമാണ് തഹജ്ജുദിന്റെ സമയം. അതിൽ തന്നെ ഏറ്റവും അടുത്ത സമയമാണ് തഹജ്ജുദിന്റെ സുജൂദിന്റെ സമയം. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് നാം ഓരോരുത്തരും. മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായ പ്രയാസമുള്ള ആളുകൾ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ, നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർ, വീടില്ലാത്തവർ, ഇങ്ങനെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായി ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഇതെല്ലാം നൽകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹു സഫലീകരിച്ചു തരുന്ന, അതും തഹജ്ജുദ് നിസ്കാരത്തിന്റെ സുജൂദിലായിരിക്കെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല. അത്രയും മനോഹരമായ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും അതോടൊപ്പം തന്നെ പ്രാർത്ഥനകളുമായ മനോഹരമായ അതിശക്തമായ 3 പ്രാർത്ഥനകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആളുകൾ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വുളു എടുത്ത് നിസ്കരിക്കുന്ന ആളുകൾ അവർ വല്ലാത്ത ഈമാനുള്ള ആളുകളാണ്. തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക എന്നത് ഒരു മനുഷ്യന്റെ ഈമാൻ അളക്കുന്ന വലിയൊരു അളവുകോലാണ്. നിർബന്ധമല്ലാത്തൊരു നിസ്കാരത്തിന് അത്രമേൽ കഷ്ടപ്പെട്ട് ആ പാതിരാത്രി നിസ്കരിക്കുന്നവരുടെ ഈമാൻ. എന്നാൽ പല ആളുകളും ശാരീരികമായ പ്രയാസങ്ങൾ ഉള്ളവരും നിസ്കരിക്കാൻ ആഗ്രഹമുള്ളവരും ഒക്കെയുണ്ട്. ഇനി എന്തൊക്കെയാണെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങൾ നമുക്ക് സഫലീകരിക്കാനുണ്ട് എങ്കിൽ ഈ പ്രാർത്ഥനകളിൽ ഏതെങ്കിലും 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ സുജൂദുകളിൽ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ ഖജനാവിൻ്റെ വാതിൽ നമ്മുടെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും മരണം വരെ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ, ഈമാൻ നൽകട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമന്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സുജൂദിൽ പറയേണ്ട അതിമനോഹരമായ പ്രാർത്ഥനകളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ പ്രാർത്ഥന ദുആഉൽ ഹാജതി വർ-റിസ്ഖി, ഉപജീവനത്തിൻ്റെയും ആവശ്യം നിറവേറാനുമുള്ള അതിമനോഹരമായ പ്രാർത്ഥനയാണ്, ദുആ ആണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ചെറിയ ഒരു ആയത്താണ്, സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്താണ്. റബ്ബി ഇന്നി ലിമാ أنزلت إلي من خير فقير. ഈ ഒരു ആയത്ത്, ഈ ഒരു പ്രാർത്ഥന പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ദുനിയാവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും. വീടില്ലാത്തവർക്ക് വീട് നൽകും, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകും, മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകും, നല്ല ജോലി നൽകും, നല്ല വരുമാനം നൽകും, നല്ല വീട് നൽകും. അങ്ങനെ എന്താഗ്രഹമാണെങ്കിലും ആ ആഗ്രഹം അള്ളാഹു സഫലീകരിച്ചു തരുന്ന അതിമനോഹരമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ അർത്ഥം, റബ്ബി ഇന്നി, എൻ്റെ രക്ഷിതാവേ, എൻ്റെ അള്ളാഹുവേ, എൻ്റെ പടച്ചവനെ, ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, നീ എനിക്ക് നൽകുന്ന ഏത് നന്മക്കും, നീ എനിക്ക് നൽകുന്ന ഏത് കാര്യത്തിനും ഞാൻ ആവശ്യക്കാരനാണ് അള്ളാഹുവേ, നീ നൽകുന്നത് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് നീ എന്ത് തന്നാലും അത് സ്വീകരിക്കാൻ ഞാൻ 2 കൈയും നീട്ടി ഇവിടെ കാത്തിരിക്കുകയാണ് എന്ന വിനയത്തിൻ്റെ അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിലായിരിക്കെ എത്ര തവണ വേണമെങ്കിലും പറയാം. ഇത് പറയുന്നത് സമയത്ത് നമുക്കുണ്ടായിരിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് നമ്മളിത് പറയുന്നത് എന്നതാണ്. ജോലിക്ക് വേണ്ടിയാണോ, മക്കൾക്ക് വേണ്ടിയാണോ, വീടിന് വേണ്ടിയാണോ, വാഹനത്തിന് വേണ്ടിയാണോ, അസുഖം ഭേദമാവാനാണോ, കച്ചവടം നന്നാവാനാണോ, ഏതാണോ നമ്മുടെ ആഗ്രഹം
ആ ആഗ്രഹം മനസ്സിൽ ഉറപ്പിച്ച് നല്ല ഖാലിസായ നിയ്യത്തോടുകൂടെ പടച്ചവൻ തരുമെന്നുള്ള ഉറപ്പോടുകൂടെ പരിശുദ്ധമായ തഹജ്ജുദ് നിസ്കാരത്തിലാണെന്ന ഓർമ്മയോടുകൂടെ നമ്മൾ ഈ പ്രാർത്ഥന പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് തന്നെ തഹജ്ജുദിന്റെ സമയമായതുകൊണ്ട്, നിസ്കാരത്തിലായതുകൊണ്ട് അല്ലാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. ഇനി രണ്ടാമത്തെ പ്രാർത്ഥന ദുആഉ തസ്രീജിൽ ഹമ്മി വ തഹ്ഖീഖിൽ ഉമൂർ. എന്താണ്? നമ്മുടെ പ്രശ്നങ്ങൾ മാറാനും നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകാനുമുള്ള ദുആ. ഒരുപാട് ബുദ്ധിമുട്ടിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. കടങ്ങൾ, രോഗങ്ങൾ, അയൽവാസികളെ കൊണ്ട്, മക്കളെ കൊണ്ട്, ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്നൊക്കെ മോചനം നേടാനും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പുതിയൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു വീട് പണി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാനും അത് നടക്കുന്നത് വളരെ ഭംഗിയായി നടക്കാനും മനോഹരമായിട്ടുള്ള പരിശുദ്ധ ഖുർആനിലുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. റബ്ബി ശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ. ചെറിയ പ്രാർത്ഥനയാണ്, നമുക്കറിയുന്ന പ്രാർത്ഥനയാണ്, നമ്മൾ പലതവണ കേട്ടിട്ടുള്ള പ്രാർത്ഥനയാണ്. റബ്ബി ശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിലെ മനോഹരമായിട്ടുള്ള ആയത്താണ് ഈ ആയത്ത്. റബ്ബി ശ്റഹ് ലീ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ റബ്ബേ, ഇശ്റഹ് ലീ സദ്രി, എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ നീ വിശാലമാക്കണേ അല്ലാ. വയസ്സിർ ലീ അംരി, എൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണേ അല്ലാ. എൻ്റെ വീട് പണി പെട്ടെന്ന് നടത്തി തരണേ അല്ലാ. എൻ്റെ ബിസിനസ്സൊക്കെ നല്ല രൂപത്തിൽ കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിയ്യത്ത് ചെയ്തിട്ട് ഈ പ്രാർത്ഥന പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദിലായതുകൊണ്ട്, അവനോട് ഏറ്റവും അടുത്ത സമയമായതുകൊണ്ട് നമ്മുടെ ആഗ്രഹം നടത്തിത്തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഇനി മൂന്നാമത്തെ പ്രാർത്ഥന ദുആഉ തൗഫീഖി വൻ നജാഹി, വിജയത്തിനും നന്മക്കുമുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്താണ്. ഏതാണ് ആയത്ത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ وفي الآخرة حسنة وقنا عذاب النار. സൂറത്തുൽ ബഖറയിലെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്. ഇത് നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നതാണ്, മനഃപ്പാടമുള്ളതാണ്. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? പടച്ചോനെ, ദുനിയാവിലും എന്തൊക്കെ നല്ലതുണ്ടോ അതൊക്കെ എനിക്ക് കിട്ടണം. നാളെ പാരത്രിക ലോകത്ത് എന്തൊക്കെ നല്ലതുണ്ടോ അതെല്ലാം എനിക്ക് കിട്ടണം. ദുനിയാവും ആഖിറവും കിട്ടുന്നൊരു പ്രാർത്ഥന. ഇത്ര അർത്ഥവ്യാപ്തിയുള്ള മറ്റൊരു പ്രാർത്ഥന നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. എപ്പോഴും നമ്മൾ ചൊല്ലാറുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നല്ല വീടാകാം, നല്ല ഭാര്യയാവാം, നല്ല മക്കളാവാം, നല്ല വാഹനമാകാം, നല്ല അയൽവാസിയാവാം, നല്ല വസ്ത്രമാകാം, നല്ല ആരോഗ്യമാവാം, നല്ല ചുറ്റുപാടാകാം, നല്ല സാമ്പത്തിക സ്ഥിതിയാവാം, നല്ല ബിസിനസ് ആവാം. അങ്ങനെ ദുനിയാവിൽ എന്തൊക്കെ ഒരു മനുഷ്യന് നല്ലത് കൊടുക്കുന്നുണ്ടോ അതിലേറ്റവും ഉത്തമമായത്, ഏറ്റവും നന്മയുള്ളത് എനിക്ക് നൽകണേ അല്ലാ. അവിടെയും ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നില്ല. വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർച്ചോനെ, ആഖിറത്തിൽ എന്തൊക്കെ നല്ലതുണ്ട് അതും എനിക്ക് നൽകണേ അല്ലാ. നാളെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഖബറിൽ ഏറ്റവും നല്ല ഖബറാക്കണേ അല്ലാ. വിജയികളുടെ ഖബർ, സ്വർഗമുള്ള ഖബർ, ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്ന ഖബർ, ശിക്ഷയില്ലാത്ത ഖബർ, സന്തോഷമുള്ള ഖബർ. നാളെ പാരത്രിക ലോകത്തും എനിക്ക് നന്മ നൽകണേ അല്ലാ. അർശിന്റെ തണല്, മീസാനിലും നന്മ അധികരിക്കല്, സിറാത്തുൽ മുസ്തഖീമിലൂടെ വളരെ മനോഹരമായിട്ടുള്ള യാത്ര, അതിലേറ്റവും ഉപരി എനിക്ക് സ്വർഗം നൽകണേ അല്ലാ. ആ സ്വർഗത്തിലും ഏറ്റവും ഉന്നത പദവി നൽകണേ അല്ലാ. ഇത്ര അർത്ഥവ്യാപ്തിയുള്ള മറ്റൊരു പ്രാർത്ഥന നമുക്ക് എവിടെയും കാണാൻ കഴിയൂല. ഈ പ്രാർത്ഥന നമ്മൾ എന്താണോ മനസ്സിൽ കരുതുന്നത്, അച്ഛനെ, മക്കള്, കുടുംബം,
ഏതാണോ ആഗ്രഹം, ദുനിയാവിൽ ഏത് നല്ലതിന് വേണ്ടിയിട്ടും ഉള്ള പരിശുദ്ധ ഖുർആനിലുള്ള ഒരു ആയത്താണ്, ഒരു പ്രാർത്ഥനയാണ് ഈ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. പ്രിയമുള്ളവരെ, ഈ 3 പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന ആവർത്തിച്ച് പല തവണകളായി റബ്ബിൻ്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞാൽ ആ ആഗ്രഹം അല്ലാഹു ഒരിക്കലും നിരസിക്കുകയില്ല. നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.